നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതുപോലെ ഇന്ന് മിഡി റെക്കോർഡിങ്ങും ഓഡിയോ റെക്കോർഡിങ്ങും എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ റെക്കോർഡ് ചെയ്ത മിഡിയിൽ നമുക്ക് എങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഓഡിയോ ഫയൽ സൃഷ്ടിച്ചെടുക്കാം, അതും Yamaha PSR-S സീരീസ് കീബോർഡുകൾ വെച്ച് എന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. മിഡി റെക്കോർഡ് ചെയ്യുന്നതിന് ഞാനിവിടെ Yamaha PSR-S 770 കീബോർഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമായ ഒരു സ്റ്റൈൽ, അതിന് ടെമ്പോ, ടോൺ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരിട്ട് ഡയറക്റ്റ് മിഡി റെക്കോർഡിങ്ങിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് ന്യൂ സോങ് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. റെക്കോർഡിംഗ് ബട്ടണും സ്റ്റോപ്പ് ബട്ടണും ഒന്നിച്ച് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ന്യൂ സോങ് ആയി കഴിഞ്ഞു. ഇനി അത് സിങ്കർണോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റെക്കോർഡ് ബട്ടണും പ്ലേ ബട്ടണും ഒന്നിച്ച് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ റെക്കോർഡിങ്ങിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. സിങ്കർണോ സ്റ്റാർട്ടിങ്ങിലൂടെ നമുക്ക് മിഡി റെക്കോർഡ് ചെയ്യുന്നതാണ്. സ്റ്റൈൽ സിങ്കർണോ സ്റ്റാർട്ടിങ് ഇട്ട് നമുക്ക് സാധാരണ വായിക്കുന്നത് പോലെ വായിച്ചു തുടങ്ങാം. ഓക്കെ, നമ്മുടെ സോങ് ഇവിടെ റെക്കോർഡായി കഴിഞ്ഞു. വീഡിയോ ചുരുക്കുന്നതിന് വേണ്ടി ഞാൻ പൂർണ്ണമായ പാട്ടിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് ഈ സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. റെക്കോർഡായിട്ടുണ്ട്. ഈ സോങ് നമുക്കിനി സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് യൂസർ ലൊക്കേഷനിലേക്ക് പോയി ഇവിടെ സേവ് എന്ന ഓപ്ഷൻ കാണാം. സേവ് ചെയ്യുക. ന്യൂ സോങ് പേര് മാറ്റി നമുക്ക് സോങ് സേവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സോങ് അവിടെ സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സോങ്ങിനെ എങ്ങനെ ഓഡിയോ ആക്കി മാറ്റാം, ഈ ഓഡിയോയിൽ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പെൻഡ്രൈവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പെൻഡ്രൈവ് നമ്മൾ കീബോർഡിൽ കണക്ട് ചെയ്യണം. പെൻഡ്രൈവ് കീബോർഡിൽ കണക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഡിയോ ആക്കി മാറ്റേണ്ട മിഡിയെ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഓഡിയോ പ്ലെയറിലേക്ക് പോവുകയാണ്. ഓഡിയോ പ്ലെയർ സെലക്ട് ചെയ്യാം. ഓഡിയോ പ്ലെയറിൽ റെക്കോർഡിംഗ് ഓപ്ഷൻ കാണുന്നുണ്ട്. നമ്മുടെ റെക്കോർഡിങ്ങിന് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ടോൺ എടുക്കാം. ഇനി നമുക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, നമ്മുടെ ഓഡിയോ സേവ് ആയി കഴിഞ്ഞു. ഓഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതെ, ഓഡിയോ പെൻ ഡ്രൈവിൽ സേവ് ആയിട്ടുണ്ട്. അതിനെ നമുക്ക് റീനെയിം ചെയ്യാം. അതെ, നമ്മുടെ ഫയൽ ഓഡിയോ ഫയലായി റെക്കോർഡായി കഴിഞ്ഞു. ഈ ഫയൽ വേവ് ഫോമിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇത് ലാപ്ടോപ്പോ മൊബൈലോ ഉപയോഗിച്ച് MP3യോ നമുക്കിഷ്ടമുള്ള ഏത് ഫോർമാറ്റിലേക്കും നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ ഫയലുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.